പുന്നാരൻ്റെ ചെങ്ങൈമലെ അങ്ങനെ ഇക്കൊല്ലത്ത് നമ്മുടെ പനമണ്ണ നേർച്ചയും സമാപിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതയുള്ളതും അതേപോലെ തന്നെ മഹാനായ അമ്പംകുന്ന് വീരാനൊല്ലിയ പാപ്പയുടെ പത്തായം നേർച്ചയാണ് ഇന്നലെ കഴിഞ്ഞത്. ഒരുപാട് ആളുകൾ തിങ്ങി നിറയ്ക്കുന്ന ഒരു നേർച്ച കൂടിയാണ് നമ്മുടെ പനമണ്ണ പത്തായം നേർച്ച. അന്നദാനവും അതേപോലെ തന്നെ നീർച്ചാഘോഷ പരിപാടികളും ഒരുപാട് അവിടെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് ഗജവീരന്മാരെ നമ്മൾ ഇപ്രാവശ്യം പത്തായം നേർച്ചയിൽ പ്രതീക്ഷിച്ചതാണ്. ബട്ട് അവർക്ക് ഫ്ലെക്സിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അടുത്ത കൊല്ലം നേർച്ചക്കതിനൊരു മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പനമണ്ണ പത്തായത്തിങ്കൽ നേർച്ചാഘോഷ കേന്ദ്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികളൊക്കെ നടത്താറുള്ളത്. പേര് കേട്ട ബാൻഡ് ടീമുകളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടും നേർച്ചയിൽ ഇക്കൊല്ലം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഒരുപാട് ജനങ്ങളാണ് ആ നേർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആ നേർച്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ് കുത്താറാത്തീബ്, കത്തിക്കുത്ത് എന്നൊക്കെ പറയുന്ന പോലെ കുത്താറാത്തീബ് അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. നേർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ആ ഒരു കുത്താറാത്തീബ് കാണാൻ വേണ്ടി സാധിക്കും. പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും അത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. രാവിലെ അന്നദാനത്തോട് കൂടിയിട്ടാണ് പരിപാടി സമാപിക്കാറുള്ളത്. കൊല്ലം പനമണ്ണ നേർച്ചയ്ക്ക് വന്ന ആളുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാ ചെങ്ങന്മാരും പിന്നാലെ കൂടിക്കോളെ.